ചിറകരിഞ്ഞ മതേതര ജനാധിപത്യ ഭാരതം. ഇനി ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും അഭിമാനത്തോടെ പറയാം, താൻ ജീവിക്കുന്നത് ഭരണഘടന അടിസ്ഥാനമാക്കിയുള്ള മതനിയമങ്ങളുടെ വിഴുപ്പ് പേറാത്ത ഭാരതത്തിലാണെന്ന്. വഖഫ് ബോർഡുകളുടെയും വഖഫ് കൗൺസിലുകളുടെയുമെല്ലാം അടിസ്ഥാന രൂപത്തിൽ പൊളിച്ചെഴുത്തുകൾ കൊണ്ടുവന്നതോടെ മുൻപത്തെ തീരദേശ ജനതയ്ക്കും ആത്മാഭിമാനത്തോടെ നട്ടെല്ലുയർത്തി നിൽക്കാം. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു വഖഫും പാർലമെന്റിലെ മതേതര പരീക്ഷയും. പാർലമെന്റിൽ നടന്ന മതേതര പരീക്ഷയ്ക്കൊടുവിൽ ജനാധിപത്യം ജയിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും 14 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയ്ക്കും വോട്ടെടുപ്പിനുമൊടുവിൽ കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ല് 232-നെതിരെ 288 വോട്ടോടെ പാസായി. 95-നെതിരെ 128 വോട്ടോടെ രാജ്യസഭയും പിന്നിട്ടതോടെ ബില്ല് നിയമമാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. രാജ്യസഭയിൽ പാസാക്കിയതോടെ വഖഫ് നിയമം ഇനി ഏകീകൃത വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് 1995 എന്നാണ് ഇനി അറിയപ്പെടുക. മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയത്തിന്റെ നിമിഷങ്ങളാണ്. തങ്ങളെ കീഴടക്കുവാൻ ശ്രമിച്ച കരിനിയമത്തിന് മുകളിലുള്ള വിജയം. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന നിമിഷവും പതറാതെ നിരാഹാരം ഇരുന്നവർക്ക് കടുത്ത എതിർപ്പുകളെ അവഗണിച്ചും ബില്ല് പാസാക്കിയ കേന്ദ്ര ഗവൺമെന്റിനും ആദ്യമേ അഭിനന്ദനങ്ങൾ. ജനമനസ്സുകൾ കാണാതെ ജനഹിതങ്ങൾ അറിയാതെ നടപ്പിലാക്കും നിയമങ്ങൾ കടലിലെറിയും കട്ടായം മതേതരം ഭാരതം മതനിയമം വേണ്ടേ വേണ്ട മതഭരണം വേണ്ടേ വേണ്ട ഞങ്ങളുടെ പൊന്നാട്ടിൽ വഖഫ് എന്നൊരു പേര് പറഞ്ഞ് ഇങ്ങോട്ടാരും കടക്കണ്ട ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ മരിച്ചു വീഴും കട്ടായോ ജനമനസ്സുകൾ അറിയാതെ ജനഹിതങ്ങൾ അറിയാതെ നടപ്പിലാക്കും നിയമങ്ങൾ കടലിലെറിയും കട്ടായം പറയുവതാരെന്നറിയാമോ കടലമ്മയുടെ പൊന്മക്കൾ. ദീപികയുടെ വാചകങ്ങൾ കടമെടുത്താൽ വഖഫ് ചെരുപ്പിനത്ത് മതേതര ജനാധിപത്യ മൂല്യങ്ങളെ വെട്ടി മുടിപ്പിച്ച രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള അടിയാണ് വഖഫ് ഭേദഗതി ബിൽ. മുനമ്പം ഭൂമി ഫറൂഖ് കോളേജ് ദാനമായി ലഭിച്ച ഭൂമിയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടും ഇവിടുത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ ചെവിക്കൊണ്ടില്ല. ഒടുവിൽ KCBCയും CBCയും രംഗത്തിറങ്ങി. അഭ്യർത്ഥനകളെ കാറ്റിൽ പറത്തിയെന്ന് മാത്രമല്ല, നിഷ്കരണം തള്ളിക്കളയുക കൂടി ചെയ്തു. ഇതൊരു മുന്നറിയിപ്പാണ്, ജനാധിപത്യ വിശ്വാസികൾക്കുള്ള മുന്നറിയിപ്പ്. നെല്ലും പതിരും വേർതിരിച്ചറിയുവാൻ ഇതൊരവസരമാണ്. 610 കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന കാടൻ നിയമത്തിന്റെ കുരുക്കിൽ നിന്നും മോചിപ്പിക്കാൻ ആരൊക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയുവാനുള്ള അവസരം. വോട്ട് നൽകി ജയിപ്പിച്ചുവിട്ട പ്രതിനിധികൾ നടത്തിയ പൊള്ളയായ വാദഗതികളിൽ ഇനിയെങ്കിലും അടിപതറരുത്. പറയുവാനുള്ളത് എറണാകുളം MPയോടാണ്. പാർലമെന്റിൽ എത്തിയതിനു ശേഷമെങ്കിലും നിങ്ങൾക്ക് ഇവരുടെ പ്രശ്നം ഒന്ന് പഠിക്കാമായിരുന്നു. മുനമ്പം പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത് സഭയിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആയിരുന്നില്ല. നിങ്ങളെ ഓർത്ത് മുനമ്പം ജനതയ്ക്ക് ഖേദം മാത്രം. Sir, the Waqf Amendment Bill 2025
is to infringe the rights of the minorities of this country. The entire presentation of the bill by the Honorable Minister was presented in such a way that this is the one and only solution and remedy for the minorities of this country. Sir, the bill will destroy the secular fabric of our country. The bill is anti-constitutional. The bill is anti-minority. So we strongly oppose this bill, sir. Sir, it violates the Article 25 shredding religious freedom by imposing non-Muslims on Waqf boards and handing sacred properties to the district collectors. This isn't a reform. It's a blatant assault on the secular constitution. Sir, I would like to ask a very direct question to the Honorable Minister. You have so much of love for Christians these days. You were mentioning about the Munambam issue in my constituency. There are around 610 families living in the coastal belt of Munambam in the Pallipuram Panchayat. Their revenue rights have been denied from 2022. The entire fishermen folk living there are living since 1952. For the last 8 decades they have been living there. Sir, for BJP this might be a political issue. Sir, for me this is a personal and emotional issue because I belong to that fisherman community, sir. I belong to that community. You have to very clearly mention in your speech, the Honorable Home Minister and the Law Minister said there is no law whereby you have a retrospective effect. You say that you don't have a retrospective effect in this law. Under what provision? Under what provision will the Munambam people will get back their revenue rights? In section 2, after the Principal Act, you have mentioned a proviso inserted. Is it under that section or are there any other sections? Will they have to continue their legal battle for their entire life? This is something the BJP has been dividing Kerala, Muslims and Christians, sir. You have clearly divided the Christians and Muslims and that is the agenda of splitting the minorities in the state. And you have to clearly mention how the revenue rights of the Munambam people would be restored. Sir, आपको कितना प्यार है सर CBCI से और KCBC से सर इतना प्यार है सर आपने बहुत सारे चीजों के बारे में बताया सर सर in Manipur 245 churches were burned. You didn't hear the CBCI sir then? Sir, in many institutions were attacked. Sir, not only just in Manipur sir, there are many other issues when the CBCI and KCBC raised their voice. It was against the FCRA, which was their right for the charitable institutions. You never heard them. The Anglo-Indian reservation, we had 2 MPs in this August House and 10 MLAs in the respective assemblies. Sir, you scrapped the law. Ravi Shankar Prasad was your first speaker. When he was the law minister, you scrapped the law. I am challenging the BJP government. Can you bring that minority, microscopic minority, back into this August House? You have to answer this question. Sir, boy. He is not an Anglo-Indian, sir. आपको गलतफहमी है. वो Anglo-Indian community नहीं है. आपको गलतफहमी है. This is the problem of the BJP, sir. So, sir, there are many issues in which the entire BJP has been showing the Hippocratic stand to the Christian community. There have been many issues. The anti-conversion bill in Karnataka. Sir, the recent incident in Chhattisgarh, Raipur, in March 25. Sir, yesterday in Jabalpur, in a public incident, Catholic priest and the laity were assaulted by a group of extreme Hindutva people, sir. Sir, according to the eyewitness, a group of Catholic pilgrims from Mandala Parishad were on a pilgrimage. Sir, if you have to perform a religious function also, you have to get the sanction of the Sangha Parivar and RSS in this country, sir. To exercise your constitutional right to preach your religious freedom, we have to get a letter from the RSS. This is not possible, sir. You are now attacking the Muslims, encroaching their property. Next, you are coming after the Christians who wants the prime land in many cities in India, colleges, hospitals, schools, institutions, churches. They would be encroached. Next is the church bill. The BJP is against the minorities. Day after tomorrow, it would be the Sikhs, the Buddhists, the Jains, the Adivasis, the OBCs, the Dalits. This is an anti-constitutional law. This is an anti-minority law.
We are strongly opposing the Waqf Amendment Bill 2025, sir. ബില്ല് അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആക്ഷേപം ഇത് ന്യൂനപക്ഷ വിരുദ്ധമെന്നും BJP കാണിക്കുന്നത് ഇരട്ടത്താപ്പ് എന്നുമായിരുന്നു. വഖഫ് ബില്ലിനെ ന്യായീകരിക്കുവാൻ ജബൽപൂരും മണിപ്പൂരുമെല്ലാം എടുത്തിട്ടു. ശരിയാണ്, ക്രിസ്ത്യാനികൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നുണ്ട്, പള്ളികൾ തകർക്കപ്പെടുന്നുണ്ട്. അതിനൊപ്പം വഖഫ് കൂടെ ക്രിസ്ത്യാനികൾ അടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെ വിഴുങ്ങട്ടെ എന്നാണോ കോൺഗ്രസിന്റെ നിലപാട്? അതോ മതേതരമെന്ന നോട്ടീസ് അടിച്ചിറക്കി പ്രചാരണം നടത്തുന്നവർ വോട്ട് ബാങ്ക് പോകുമെന്ന് ഉറപ്പായപ്പോൾ BJP വർഗീയവാദികളെന്ന് മുദ്രകുത്തി മറുകണ്ഠം ചാടുകയാണോ? വിചാരധാരയിലെ അടുത്ത ഇര ക്രിസ്ത്യാനികളാണെന്ന് പ്രതിപക്ഷം ഇന്നലെയും ആരോപിച്ചു. ക്രിസ്ത്യാനികൾ ഇരകളാക്കപ്പെടുന്നുണ്ട്, ക്രിസ്ത്യാനികളും ജൂതന്മാരും വേട്ടയാടപ്പെടുന്നുണ്ട്, ഹമാസ് എന്ന ഭീകര സംഘടന നിഷ്കരണം കൊലപ്പെടുത്തുന്നുണ്ട്. തീവ്രവാദികളെ അനുകൂലിക്കുന്ന നിലപാട് നിങ്ങളപ്പോൾ സ്വീകരിച്ചു. പിച്ച് ചീന്തപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കേരളത്തിലെ ഒരു തെരുവുകളിലും നിങ്ങൾ പ്രതിഷേധം നടത്തിയില്ല. നിങ്ങളുടെ ന്യായവാദങ്ങൾ അന്ത്യചർച്ചകളിലെ എതിരാളികളെ വായടപ്പിക്കുവാൻ പോകുന്നതായിരിക്കാം. പക്ഷേ നീതി മുനമ്പത്തിനായിരുന്നു അവകാശപ്പെട്ടത്. ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുവാൻ കിരൺ റിജിജുവിന് ശക്തി പകർന്നത് ഇന്നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയായിരുന്നുവെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. പുതിയ ബില്ല് പ്രാബല്യത്തിൽ വരുന്നതോടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആർക്കും നീതി നിഷേധിക്കപ്പെടുന്നില്ല. വഖഫ് നിയമത്തിന്റെ ഇരകളായ ആയിരക്കണക്കിന് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പൗരന്മാർക്ക് നീതി ഉറപ്പാക്കുകയാണ്. അതിനുള്ള വ്യക്തമായ തെളിവായിരുന്നു ലോക്സഭയിൽ ബില്ല് പാസാക്കിയതോടെ മുസ്ലിം സഹോദരങ്ങൾ മോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നടത്തിയ മുദ്രാവാക്യ വിളികൾ. അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഭാരതം വീണ്ടും മറ്റൊരു അർദ്ധരാത്രിയിൽ മതനിയമത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു. Honorable members, subject to correction, ayes 128. Noes 95. Abstention 0. The bill is passed. Let the lobbies be cleared. Lobbies be opened. Let the lobbies be opened. I shall now put the motion regarding consideration of the Musliman Waqf Repeal Bill 2025 to vote. The question is that the Musliman Waqf Repeal Bill 2025 as passed by Lok Sabha be taken into consideration. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. The motion is adopted. We shall now take up close by close consideration of the bill. Close to extends part of the bill. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. The clause number 2 is adopted. Clause 1, the enacting formula and the title extend part of the bill. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. Clause 1, the enacting formula and the title are adopted. Shri Kiran Rijuji to move that the bill be passed. Sir, I move that the bill be passed. Motion moved that the bill be passed. The question is that the bill be passed. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. The bill is passed. ബില്ലിന് മുൻകാല പ്രാബല്യം ഇല്ലാത്തതിനാൽ മുനമ്പം ജനതയെ രക്ഷിക്കുവാൻ ഈ നിയമത്തിന് ആകില്ലെന്നായിരുന്നു പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാന വാദം. എന്നാൽ വഖഫ് ഭേദഗതിയിലെ സെക്ഷൻ 2A പ്രകാരം മുനമ്പത്ത് വഖഫിനി അവകാശവാദം ഉന്നയിക്കാനാവില്ല. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ദൈവനാമത്തിൽ
നമസ്കാരം. ഇന്നലെ പാർലമെൻറ്റിൽ ലോകസഭയിൽ ഇന്നലെ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായി. വളരെ സന്തോഷത്തോടെയാണ് മതേതര ബോധമുള്ള പൗരന്മാർ അതിനെ വരവേറ്റത്. പക്ഷേ ഇന്നലെ മുതൽ ഉയരുന്നൊരു ചോദ്യമുണ്ട്. മുനമ്പംകാർക്ക് ഈ ഭേദഗതി കൊണ്ട് എന്തു ഗുണം എന്നാണ് ചോദ്യം. അതിന് ഉള്ള ഉത്തരം ഇതാണ്. ഇന്നലെ പാസാക്കിയ ഭേദഗതിയിൽ 2A ആയിരുന്നു. അത് നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ്. 2A അതിനുവേണ്ടി അവിടെ കൈ ഉയർത്തി അവർ വോട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതാണ്. എന്താണ് 2A? ഞാൻ വായിക്കുകയാണ്. In Section 2 of the Principal Act, after the proviso, the following proviso shall be inserted, namely, provided further that nothing in this act shall, notwithstanding any judgment, decree, or order of any court, apply to a trust by whatever name called, established before or after the commencement of this act, or statutorily regulated by any statutory provision pertaining to public charities by a Muslim for purpose similar to a waqf under any law for the time being in force. എന്താണ് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം? ഒരു ട്രസ്റ്റിലേക്കോ, അതായത് ഇന്ത്യയിലെ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള ഒരു ട്രസ്റ്റിലേക്കോ സൊസൈറ്റിയിലേക്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു ട്രസ്റ്റിലേക്കോ സൊസൈറ്റിയിലേക്കോ ഒരു മുസൽമാൻ ഈ പർപ്പസോടുകൂടി, ഏത് പർപ്പസോടുകൂടി? വഖഫിന് തുല്യമായ പർപ്പസോടുകൂടി ഒരു ട്രസ്റ്റിലേക്കോ സൊസൈറ്റിയിലേക്കോ ആണ് നൽകുന്നത് എങ്കിൽ ആ കാര്യങ്ങൾ, ആ വസ്തുവകകൾ നടത്തിക്കൊണ്ടു പോകുന്നത് അത് വഖഫ് രീതിയിലായിരിക്കില്ല, മറിച്ച് ട്രസ്റ്റിൻ്റെയോ സൊസൈറ്റിയുടെയോ നിയമം അനുസരിച്ചായിരിക്കും. ഇത്തരത്തിൽ ഒരു നിയമം ഭേദഗതി വന്നു. അത് പറയുമ്പോൾ ഓർക്കണം, സെക്ഷൻ 2 എന്തിനു വേണ്ടിയുള്ളതാണ്? അത് നേരത്തെ തന്നെയും 95 ആക്ടിലും 54 തന്നെയും എക്സെപ്ഷന് വേണ്ടിയുള്ളതാണ്. എന്താണ് എക്സെപ്ഷൻ? വഖഫ് ആക്ടിൽ നിന്ന് ആർക്കെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ? ഇതുവരെ ഒരു കൂട്ടർക്കാണ് എക്സെപ്ഷൻ ഉണ്ടായിരുന്നത്, അജ്മീറിലെ ദർഗയ്ക്ക്. പക്ഷേ ഈ ഭേദഗതിയിലൂടെ രണ്ടാമതൊരു എക്സെപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. അതാണ് പ്രൊവിസോ, സെക്കൻഡ് പ്രൊവിസോ. ഫസ്റ്റ് പ്രൊവിസോ നേരത്തെ പറഞ്ഞത്, ഇത് സെക്കൻഡ് പ്രൊവിസോ. ഇതിലൂടെ രസകരമായ കാര്യം, ഓൾറെഡി ഏതെങ്കിലും കോടതി ഇതിനെ, ഈ വസ്തുവിനെ, ലാൻഡിനെ മറ്റോ ഓൾറെഡി ഇതിനെ ഒരു വഖഫായി ഒരു കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് ഉണ്ടെങ്കിലും, ഇനി ഡിക്രി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഓർഡർ ഉണ്ടെങ്കിലും, ഇതൊന്നും ഈ ഭേദഗതിയിലൂടെ ഇനി അതിന് ബാധകം ആയിരിക്കില്ല. മുനമ്പത്തെ വിഷയത്തിൽ നിങ്ങൾക്കറിയാം, അവിടെ ആകെ ഉള്ളത് എന്താണ്? ഓർഡറാണ്. ആരുടേതാണ്? അത് വഖഫ് ബോർഡിൻ്റെ ഓർഡറാണ്, കോർട്ട് ഓർഡറൊന്നുമല്ല, വഖഫ് ബോർഡിൻ്റെ ഓർഡറാണ്. പിന്നെ അത് വഖഫ് ആണോ അല്ലയോ എന്ന് ഏതെങ്കിലും കോർട്ട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ആകപ്പാടെ ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ ആ നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രൈബ്യൂണലിൽ ഈ കേസ് പെൻഡിങ്ങിലാണ്. അപ്പോൾ ചിലർക്ക് സംശയം തോന്നും, ഈ ട്രൈബ്യൂണലിൽ പെൻഡിങ്ങിലിരിക്കുന്ന കേസ് അത് ഈ ഭേദഗതി അതിന് അപ്ലൈഡ് ആകുമോ? അല്ല, അതെന്തൊരു ലോജിക്കാണ്. ഓൾറെഡി ഏതെങ്കിലും ഒരു കോർട്ട് തന്നെ ഒരു വിധി നടത്തി ഇത് വഖഫാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, എന്നിവിടെ കൃത്യമായി ക്ലോസ് ഇരിക്കെ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനി ജഡ്ജ്മെൻറ്റ്, ഡിക്രി ഓർ ഓർഡർ ഓഫ് എനി കോർട്ട് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കെ അത്തരമൊരു സംശയത്തിൻ്റെ ആവശ്യം എന്താണ്? കേസ് പെൻഡിങ്ങിലായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് വിധി പറയാൻ വേണ്ടിയല്ലേ, ഓർഡർ ഇറക്കാൻ വേണ്ടിയല്ലേ. ഇറക്കിയ ഓർഡർ പോലും പിന്നെ അസാധുവാണ് എന്ന് വരുമ്പോൾ, കേസ് പെൻഡിങ്ങിലിരിക്കുന്നു എന്ന് പറയുന്നതും അസാധുവാണെന്ന് വരുന്നു. അതോടുകൂടി നിഷ്പ്രഭമായി പോവുകയാണ്, അതോട് തീർന്നു. ഈ ഭേദഗതി പാസ്സായി ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി പിന്നെ ട്രൈബ്യൂണലിൽ മുനമ്പത്തിൻ്റെ ഒരു കേസിൻ്റെ ആവശ്യം പോലുമില്ല. കാരണം എന്ത്? കാരണം മുനമ്പം ഭൂമി ആ ജനം വാങ്ങിയത് ഒരു സൊസൈറ്റിയായ 1960 അമെൻഡഡ് ആക്ട് പ്രകാരം,
1860-ലെയാണ് ആദ്യത്തെ രജിസ്ട്രേഷൻ ആക്ട് ഇന്ത്യയിൽ. ഇത് 1960 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റിയായ ഫറൂഖ് കോളേജിൽ നിന്നാണ് അവരത് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആ സ്ഥലം ഇത് ഒരു വഖഫ് ഭൂമിയേ അല്ല. അത് വഖഫ് ബോർഡ് ക്ലെയിം ഉണ്ടെങ്കിൽ പോലും വഖഫ് ഭൂമി അല്ല എന്നാണ് ഈ ഭേദഗതിയിലൂടെ വന്നിരിക്കുന്നത്. മറിച്ച് ആ സൊസൈറ്റിക്ക് ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അത് ഓൾറെഡി അവർ കൈകാര്യം ചെയ്തു. അവർക്ക് ലഭിച്ച ഗിഫ്റ്റ് ഡീഡിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ക്രയവിക്രയ സ്വാതന്ത്ര്യം. അത് അവരുപയോഗിച്ചു. ആ സൊസൈറ്റിയിൽ നിന്ന് ഇവർ കാശ് കൊടുത്ത് വാങ്ങി. അതോടുകൂടി ആ പ്രശ്നം തീരുകയാണ്. പക്ഷേ ചിലർ ചോദിക്കാം, അപ്പോൾ ഇതിന് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടോ? അമിത്ഷാ പറഞ്ഞല്ലോ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതിയിൽ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല എന്ന്. അമിത്ഷാ പറഞ്ഞത് കൃത്യമാണ്. വഖഫ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഭേദഗതിയിൽ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല. മറിച്ച് ഇതിനുണ്ട്. ഏതിന്? സൊസൈറ്റിയുടെയോ ട്രസ്റ്റിൻ്റെ, അതായത് വഖഫിൽ നിന്ന് എക്സെപ്ഷൻ ഉള്ളവയ്ക്ക് ഉണ്ട്. അതാണ് ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട് എന്ന് കൃത്യം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആരും അസ്വസ്ഥപ്പെടരുത്. ചിലർക്കിത് ബുദ്ധിമുട്ടുണ്ട്. ഇത് മുനമ്പത്തുകാരെ രക്ഷപ്പെട്ടതിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ട്. അതിൻ്റെ പ്രകടനങ്ങളാണ് ഇതെല്ലാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുനമ്പംകാർക്ക് എത്രയും പെട്ടെന്ന് എക്സിക്യൂഷൻ ഈ രീതിയിൽ നടക്കും. വഖഫ് കൗൺസിലിന്റെയും വഖഫ് ബോർഡുകളുടെയും ഘടനയിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുക. വഖഫ് സ്വത്തുക്കളിൽ സർവേ നടത്തുന്നതിനായി സർവേ കമ്മീഷണർക്ക് പകരം കളക്ടർക്ക് അധികാരം നൽകുക. വഖഫ് ഭൂമി തർക്കത്തിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുക. വഖഫ് ബൈ യൂസർ വ്യവസ്ഥ നീക്കം ചെയ്യുക. 5 വർഷം ഇസ്ലാമായി പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രം വഖഫ് നൽകാൻ കഴിയുക. ട്രൈബ്യൂണലിൽ സിഇഒ ആയി അമുസ്ലിമിനെ ആക്കുക എന്നിവയാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ. അതിലെല്ലാം ഉപരി കാശ് കൊടുത്തു വാങ്ങിയ ഭൂമിക്ക് വേണ്ടി മറ്റൊരു മതത്തിന്റെയും ട്രൈബ്യൂണൽ പഠിക്കൽ കാത്തുകെട്ടി കിടക്കേണ്ട ഗതികേട് ഇനി ഒരു പൗരനും ഉണ്ടാകില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു മത നിയമവും വിലപ്പോകില്ല എന്ന് ഭാരത മക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വരുന്നതോടെ മുനമ്പത്തെ ചതിച്ച ജനപ്രതിനിധികളെ കൂടി അതവർ ബോധ്യപ്പെടുത്തും. വർഗീയത കുത്തിനിറച്ച് സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിച്ച് മതസ്പർദ്ധ വളർത്തി വോട്ട് നേടാമെന്ന് ഇനി ആരും കരുതരുത്. നിങ്ങളുടെ അടവുകൾ കേരളത്തിന് ഇനി വിലപ്പോകില്ല. ഭരണപ്രതിപക്ഷങ്ങളുടെ ഇരട്ടത്താപ്പുകൾ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.